ബി.കെ. സുഹൈൽ ചേരുന്നത്. ബി.കെ., ഇതെന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിലെ ഒരു ദുരൂഹത? ധന്യം, അത്യന്തം ദുരൂഹവും അതേപോലെ തന്നെ ഒരുപക്ഷെ ഇസ്രായേലിന്റെ കെണിയുടെയും ഭാഗമായിട്ടാണ് ഈ ഒരു യാത്ര ഉണ്ടായിട്ടുള്ളത്. 153 പേരുമായിട്ടാണ് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് അവർ കെനിയയിലേക്ക് എത്തുന്നു. കെനിയയിലെ നൈറോബിയിൽ അവർ ഇറങ്ങുന്നു. അതിനുശേഷമാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗ് വിമാനത്താവളത്തിലാണ് അവർ വിമാനം ഇറങ്ങുന്നത്. പക്ഷേ ഈ യാത്രക്കാർക്ക് ആർക്കും തന്നെ അറിയില്ലായിരുന്നു അവർ എവിടേക്കാണ് പോകുന്നത് എന്ന്. ഒരു NGO ആണ് ഗസക്കാരെ സമീപിക്കുന്നത്. നിങ്ങൾക്ക് പുറത്തേക്ക്, ഗസയിലെ ദുരിത ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള അവസരം ഒരുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടുപോകുന്നു. ഇസ്രായേലി സൈന്യത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് അവർ ഗസയുടെ പുറത്തേക്ക് ഇസ്രായേലിലേക്ക് എത്തുന്നത്. ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിൽ നിന്നാണ് ഈ ചാർട്ടേഡ് വിമാനം പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിമാനത്താവളത്തിനും അതേപോലെ വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കും അതേപോലെ തന്നെ അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രക്കും അവർക്ക് സൗകര്യമൊരുക്കിയത് അല്ലെങ്കിൽ അവരെ സമീപിക്കുന്നത് അൽ മജിദ് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു NGO ആണ്. അത് ജർമ്മനി ബേസ് ചെയ്തിട്ടുള്ള ഒരു NGO ആണ്. ജെറുസലേമിൽ അതിന് ഓഫീസുണ്ട്. ഈ സംഘടനയാണ് ഗസക്കാരെ സമീപിക്കുന്നത്. നിങ്ങൾക്ക് സുരക്ഷിതമായി ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നു എന്നുള്ള ഒരു വാഗ്ദാനം മുന്നിൽ വെച്ചുകൊണ്ട്. അതിനുശേഷമാണ് അവർ അറിയുന്നത് ഈ യാത്ര ആഫ്രിക്കയിലേക്കാണ് എന്നുള്ളത് അറിയുന്നത് അവരാണ്. അൽ മജിദ് യൂറോപ്പ് എന്ന സംഘടനയുടെ പേരൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് യൂറോപ്പിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സഹായവും അതേപോലെ തന്നെ ഒരു അഭയാർത്ഥിത്വവും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഗസക്കാർ യാത്ര തിരിച്ചത്. പക്ഷെ അവർ എത്തിപ്പെട്ടത് ആഫ്രിക്കയിലാണ്. ആ ദക്ഷിണാഫ്രിക്കയിൽ ജോഹന്നാസ്ബർഗിൽ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം അവർക്ക് 12 മണിക്കൂറാണ് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാതെ, വിമാനം തുറക്കുക പോലും ചെയ്യാതെ ഇരിക്കേണ്ടി വന്നത് എന്ന് യാത്രക്കാർ പറയുന്നു. അവിടെ വലിയ ദുരിതങ്ങൾ അവർക്ക് അനുഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ അവർ ഒരു താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയുടെ സർക്കാർ പറയുന്നത് അവർക്ക് ആവശ്യമാണെങ്കിൽ അവരെ സ്വീകരിക്കും, അഭയാർത്ഥികളായി സ്വീകരിക്കും, എല്ലാ സഹായങ്ങളും നൽകും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അവരുടെ ആഗ്രഹപ്രകാരമല്ലാതെ ഇവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്നും ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ അറിയിക്കുകയാണ്. ഏത് സംഘടനയാണ് ഇതിന് പ്രവർത്തിച്ചത്? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചതി ഉണ്ടായിട്ടുണ്ടോ? അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ പറയുന്നത് അൽ മജിദ് യൂറോപ്പ് എന്ന് പറയുന്ന ഈ സംഘടനയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ്. കാരണം ഇസ്രായേലിന്റെ ചതിയാണിത്. ഗസയിലുള്ള ജനങ്ങളെ പതുക്കെ ആഫ്രിക്കയിലേക്കും അതേപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലേക്കും നാടുകടത്താനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇത് എന്നാരോപിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകളുണ്ട്. നേരത്തെ തന്നെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ പറഞ്ഞിരുന്നു ഗസക്കാരെ മുഴുവനും അവിടെ നിന്ന് ആഫ്രിക്കയിലേക്ക് അടക്കം ആട്ടിയോട്ടുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണോ ഇപ്പോഴത്തെ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ എന്ന് തീർച്ചയായും സംശയങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. ശരി, ബി.കെ. സുഹൈലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗസക്കാർ ആഫ്രിക്കയിൽ എത്തിയിരിക്കുന്നു. അത് എങ്ങനെ എത്തി എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ നിഗൂഢത നിലനിൽക്കുകയാണ്.